നമസ്കാരം. ഒന്നായി തുടരാം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ആദ്യമായി ഒരു തൊഴിൽ നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ കേരളമാണ് ഇപ്പോൾ IT രംഗത്ത് തൊഴിലന്വേഷകരായ യുവജനങ്ങളുടെ ഇഷ്ടതാവളം. തൊഴിലാളി തൊഴിലുടമ ബന്ധം ദൃഢമാക്കിയും തൊഴിൽ തർക്കങ്ങൾ കുറച്ചും സ്ത്രീ സൗഹൃദപരവും വിവേചനപരവുമായ തൊഴിലിടങ്ങൾ സൃഷ്ടിച്ചുമെല്ലാം തൊഴിൽ രംഗത്ത് കേരളം വികസന സൗഹൃദ സംസ്കാരത്തിലേക്ക് മാറുന്നതിന്റെ ഗുണഫലം കൂടിയാണ് തൊഴിൽ രംഗത്തെ കേരളത്തിന്റെ സ്വീകാര്യത. 2026ഓടെ 40 ലക്ഷം തൊഴിൽ യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി സമസ്ത മേഖലകളിലും തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന സർക്കാർ ASAP, KDISC, നോളജ് ഇക്കോണമി മിഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴി ആയിരക്കണക്കിന് യുവജനങ്ങൾക്കാണ് വർഷം തോറും തൊഴിൽ പരിശീലനം നടത്തിവരുന്നത്. നൂതനാശയങ്ങളെ സംരംഭങ്ങളാക്കാൻ വേണ്ട സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിലൂടെ തൊഴിലന്വേഷകർ തന്നെ ഇവിടെ തൊഴിൽ ദാതാക്കളായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടപ്പ് രംഗത്തും കേരളമാണ് ഇന്ത്യയുടെ മാതൃക. ഇതായിരുന്നില്ല UDF സർക്കാരിന്റെ കാലത്തുണ്ടായത്. ലോകം മുഴുവൻ IT മേഖലയിൽ വൻ കുതിപ്പുകൾ നടത്തുമ്പോൾ കേരളം നിശ്ചലമായി. തൊഴിൽ പ്രതീക്ഷിച്ച യുവജനങ്ങൾക്ക് ഒരു കുട്ടിക്ക് പോലും തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുകയും ചെയ്തിട്ടില്ല. അതേസമയത്ത് കേരളത്തിൻ്റെ വികസനം എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട മാമാങ്കത്തിൽ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുമില്ല. IT വകുപ്പിന് കീഴിൽ 6 പദ്ധതികൾ, പക്ഷേ പദ്ധതികളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എമർജിംഗ് കേരളയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. 17.5 കോടി രൂപയാണ് സർക്കാർ ഈ എല്ലാ പദ്ധതികൾക്കായി ഖജനാവിൽ നിന്നും ഇതുവരെ ചെലവഴിച്ചത്. IT മേഖലയിൽ കേരളത്തിന്റെ കുതിച്ചുചാട്ടത്തിന് UDF സർക്കാർ ഉയർത്തിക്കാട്ടിയ പ്രധാന പദ്ധതികളിലൊന്നായിരുന്നു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലുള്ള കൊച്ചി സ്മാർട്ട് സിറ്റി. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള കാര്യക്ഷമമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സ്മാർട്ട് സിറ്റി പവലിയന്റെ ഉദ്ഘാടനവും ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും ഒഴിച്ചാൽ മറ്റൊരു പ്രവൃത്തികളും ഇവിടെ നടന്നിട്ടില്ലെന്ന് ആരോപിക്കുന്നു. ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയ ടെക്നോളജി അഥവാ ആംടെക് എന്ന കമ്പനിയാണ് തൊഴിൽ തട്ടിപ്പ് നടത്തിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. മണ്ഡലത്തിലെയും ജില്ലയിലെ ആകെയുമുള്ള യുവതി യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനാണ് VS സർക്കാരിന്റെ കാലത്ത് ടെക്നോ പാർക്ക് 1000 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 800 കോടി രൂപ മുതൽമുടക്ക് പ്രതീക്ഷിക്കുന്ന 5-6 ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ കെട്ടിടങ്ങളിൽ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ 5 വർഷം കുണ്ടറ ടെക്നോ പാർക്കിനെ മറന്നു. സംസ്ഥാന സമ്പദ്ഘടന മെച്ചപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിവരവിനിമയ സാങ്കേതിക മേഖല. പുതിയ നയരൂപീകരണത്തിലൂടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചും ഈ രംഗത്ത് കഴിഞ്ഞ 10 വർഷമായി വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ബഹുരാഷ്ട്ര കമ്പനികളടക്കം കടന്നു വരുന്ന കാഴ്ച നാം കാണുകയാണ്. ചിലർ നല്ല പ്രശംസയോടെ തന്നെ കേരളത്തിൻ്റെ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു, വ്യവസായികളായവർ. എന്നാൽ ഈ യാഥാർത്ഥ്യം മറച്ചു വെക്കാനാണ് ചിലർക്ക് വല്ലാത്ത താല്പര്യം. ഇപ്പോൾ വ്യവസായ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നാം തുടർച്ചയായി ചെയ്തു വന്നത്. അതിൻ്റെ ഭാഗമായി ആ റാങ്കിങ്ങിൽ നല്ല മുന്നേറ്റം നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനമായിരുന്നു കൊച്ചി സ്റ്റാർട്ടപ്പ് വില്ലേജിൽ ഇലക്ട്രോണിക് ഫാബ്രിക്കേഷൻ ലബോറട്ടറി. പ്രഖ്യാപനം കടലാസിലൊതുങ്ങി. ഇത്തരമൊരു ലാബിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ എങ്ങും എത്തിയില്ലെന്ന് മാത്രമല്ല, 1 ലക്ഷം ചതുരശ്ര അടിയിൽ 1 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടിയിരുന്ന പ്രധാന കെട്ടിടം ഈ സ്ഥിതിയിലുമാണ്. സംരംഭങ്ങൾ ഈ വിധത്തിലാകുമ്പോൾ സംസ്ഥാനത്ത് നിന്നുള്ള നിക്ഷേപകർ പോലും മറ്റിടങ്ങൾ തേടി പോകുന്നതിൽ അത്ഭുതപ്പെടാനില്ല. കൊച്ചിയിൽ എമർജിംഗ് കേരളം നടത്തുന്നതിനായി സർക്കാർ ചെലവഴിച്ചത് സർക്കാർ കണക്ക് പ്രകാരം 17 കോടി 53 ലക്ഷം രൂപ. പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി മാത്രം ചെലവഴിച്ചത് 1.5 കോടി. വ്യവസായ സംരംഭങ്ങളും IT കമ്പനികളും വരുമെന്ന് പറഞ്ഞ് 10,000 കോടി രൂപ പൊടിച്ച് UDF സർക്കാർ നടത്തിയ എമർജിംഗ് കേരള പരിപാടി നാടിനൊന്നും കൊണ്ടുവന്നില്ല. വിദേശത്തു നിന്നെല്ലാം ബഹുരാഷ്ട്ര കമ്പനികൾ വരുമെന്ന് പ്രഖ്യാപനം നടത്തി കബളിപ്പിച്ചു. 5 വർഷം ഭരിച്ചിട്ടും കോഴിക്കോട് IT പാർക്ക് പൂർത്തിയാക്കാനായില്ല. ഇടതുപക്ഷ മുന്നണി IT വിരുദ്ധരും വികസന വിരുദ്ധരുമാണെന്ന് പ്രചരിപ്പിച്ചവർ EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ്, അതായത് 1990-ലാണ് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ആരംഭിച്ചത് എന്നോർക്കണം. ഇന്ന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലേകുന്ന സ്ഥാപനമായി ടെക്നോ പാർക്ക് മാറി. കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് തുടങ്ങിയ
നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്പനീസ് വിജയിക്കാൻ കാരണം കേരളത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഈ ബിസിനസ് അന്തരീക്ഷവും ഗവൺമെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടുമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വാക്കിൽ നിന്നും ഉയർക്കുന്ന നേരും കൊണ്ടേ ഉടച്ചൊന്നു വാർത്തു നമ്മൾ നാടിൻ രൂപം. കഴിഞ്ഞ 10 വർഷത്തെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുബോധം അല്ലെങ്കിൽ ഒരു സംസ്കാരം, സംരംഭകരോട് പൊതുവേ ഉള്ള നമ്മളുടെ ഒരു സമീപനം, അതിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റമാണ് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നത്. അത് ഞാൻ എൻ്റെ തന്നെ ഉദാഹരണങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിലും കൂട്ടിയാറുണ്ട്. അതായത് നമ്മളൊരു കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് നമ്മൾ നാട്ടിൽ നമ്മുടെ കൂട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറയുമ്പോൾ എല്ലാ കാലത്തും അവരതൊരൽപ്പം സ്കെപ്റ്റിസിസത്തോടെയാണ് കണ്ടിരുന്നത്. അതൊരു സംശയത്തോടെ, ഇത് എന്തിനാണ് ഇവനെ ജോലി രാജിവെച്ച് ഒരു പുതിയ കമ്പനി തുടങ്ങുന്നു, ആ ഒരു റിസ്കിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള ഒരു ചോദ്യമായിരുന്നു എപ്പോഴും മാതാപിതാക്കളുടെ മനസ്സിലും ബന്ധുക്കളുടെ മനസ്സിലും കൂട്ടുകാരുടെ മനസ്സിൽ പോലും അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിൽ മാറിയിരിക്കുന്നു. അതിന് കഴിഞ്ഞ കുറച്ച് നാളത്തെ ആ ഒരു എൻ്റർപ്രനോർഷിപ്പ് സക്സസ് സ്റ്റോറീസ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു, കൊച്ചു കൊച്ചു സംരംഭങ്ങൾ ഉണ്ടാക്കുന്നു, അത് സക്സസ്ഫുൾ ആവുന്നു, അതിൽ നിന്ന് അവർക്ക് പ്രശസ്തിയും പണവും ലഭിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മാറ്റം നമ്മളുടെ കൺമുന്നിൽ തന്നെ നടക്കുകയും ആ മാറ്റം കണ്ട് നമ്മുടെ സമൂഹം ആ മാറ്റത്തെ ഉൾക്കൊണ്ട് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംരംഭകത്വം എന്ന് പറയുന്നത് ഒരു ഡീസൻ്റായിട്ടുള്ള കരിയറാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കേരള സമൂഹം മാറി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ ഒരു നേട്ടം. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്തെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക് എന്നീ 3 IT പാർക്കുകളിലായി ആകെ 676 കമ്പനികൾ മാത്രം. മൊത്തം 84,720 ജീവനക്കാരും. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്കനുസരിച്ച് ഈ 3 IT കമ്പനികളിലുമായി 1160 കമ്പനികൾ പ്രവർത്തിക്കുന്നു. 1,54,000 പേർ ജോലി ചെയ്യുന്നു. IT കയറ്റുമതി വരുമാനം 8,500 കോടിയിൽ നിന്ന് 26,252 കോടിയിലേക്ക് ഏകദേശം 200% വളർച്ച നേടി. IT പാർക്കുകളുടെ വിപുലീകരണവും സമാന്തരമായി നടന്നു. കെട്ടിട വിസ്തീർണം 100 ലക്ഷം ചതുരശ്ര അടിയായി. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ നമുക്ക് വലിയ കമ്പനികൾ, ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ടെക്നോ പാർക്ക് നമ്മൾ 90കളിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ടെക്നോ പാർക്ക് 90കളിൽ ആരംഭിച്ചെങ്കിലും മറ്റ് പല സംസ്ഥാനങ്ങളും നേടിയ ഒരു IT ബൂം നേടാൻ നമുക്ക് സാധിച്ചില്ല. ഇപ്പോൾ നമ്മൾ തെലുങ്കാന എടുത്തു കഴിഞ്ഞാലും ബാംഗ്ലൂർ എടുത്തു കഴിഞ്ഞാലും ഒരു പരിധിവരെ Tier 2 സിറ്റീസ്, പൂനെ അല്ലെങ്കിൽ കോയമ്പത്തൂർ പോലെയുള്ള സ്ഥലങ്ങളെടുത്താലും നമ്മൾക്കൊരു മാർക്കറ്റിംഗ് ലാഗ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് നമ്മളുടെ കഥകൾ ലോകത്തെ അറിയിക്കുന്നതിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു വിമുഖത കാട്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിൽ നമ്മൾ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് നമ്മളുടെ പലവിധ കോൺഫറൻസുകളിൽ അറ്റൻഡ് ചെയ്ത് കേരളം എന്നുള്ളൊരു സംസ്ഥാനം നിലവിലുണ്ടെന്നും അവിടെ ഒരു നോളജ് എക്കോണമി നിലവിലുണ്ടെന്നും അവിടെ ടൂറിസവും കഥകളിയും അല്ലെങ്കിൽ സംസ്കാരവും മാത്രമല്ല വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ നിലവിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ ലോകോത്തര പ്രോഡക്റ്റുകളും സേവനങ്ങളും നൽകാൻ കഴിയുന്ന ഒരു ജനവിഭാഗം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് സിറ്റി സെൻട്രിക് ഡെവലപ്മെൻറ്റ്, അതായത് ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങൾ, കർണാടക പോലെയുള്ള സ്ഥലങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിനെ ഒരു വലിയ സിറ്റിയായി കൺസിഡർ ചെയ്യാമെന്നും അതുവഴി വികേന്ദ്രീകൃതമായ ഒരു വൈജ്ഞാനിക വ്യവസായ വികസനം നടപ്പിലാക്കാൻ സാധ്യമാണെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമുക്കൊരു പരിധിവരെ സാധിച്ചു. അതിൻ്റെ ഭാഗമായി നമ്മൾ പലവിധ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി. ഇപ്പോൾ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം വികസിച്ചു. ഒരുപാട് സ്വകാര്യ ഏജൻസികൾ, ബ്രിഗേഡ്, ടോറസ്, കാസ്പിയൻ ഇതുപോലെയുള്ള സ്വകാര്യ ഏജൻസികൾ വന്ന് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കി. MITയുമായിട്ട് ചേർന്ന് നമ്മൾ സൂപ്പർ ഫാബ് ലാബ് സ്ഥാപിച്ചു.
നമ്മൾ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഒരു GPU ക്ലസ്റ്റർ അതിൻ്റെ ടെൻഡർ പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പലവിധത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. കൊച്ചിയിലെ ഇൻഫോ പാർക്ക് വിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു UDF സർക്കാർ. IT മേഖലയോടുള്ള UDFിന്റെ നയത്തിന്റെ തെളിവാണിത്. എല്ലാം വിൽക്കുക എന്ന നയം. ഇൻഫോ പാർക്ക് LDF സർക്കാർ എങ്ങനെയാക്കി മാറ്റി എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി UDF സർക്കാരും LDF സർക്കാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. ഇൻഫോ പാർക്കിന്റെ 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടവും 90 ഏക്കർ സ്ഥലവും സ്മാർട്ട് സിറ്റിക്കായി വിൽക്കുവാനാണ് കഴിഞ്ഞ UDF സർക്കാർ തീരുമാനിച്ചിരുന്നത്. ഇതിലൂടെ 10 വർഷം കൊണ്ട് 33,000 പേർക്ക് തൊഴിൽ നൽകുവാനുമാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ LDF സർക്കാർ ഇൻഫോ പാർക്ക് വിൽക്കാതെ സ്മാർട്ട് സിറ്റി നടപ്പാക്കുവാനാണ് ശ്രമിച്ചത്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ ഇൻഫോ പാർക്ക് വിറ്റതുപോലെ എല്ലാം വിറ്റിട്ട് ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ കാലതാമസം ഒഴിവാക്കായിരുന്നു. അത് UDFിന്റെ നയമാണ്. കേരളത്തിന്റെ പ്രതീക്ഷയായി നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ മാറി. 2016 അവസാനം UDFിന്റെ കണക്ക് പ്രകാരം IT സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 300 ആയിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് ഈ രംഗം വളരെ മുരടിപ്പിലായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കണക്ക്. 2016 300 സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് 7,800 സ്റ്റാർട്ടപ്പുകളായി മാറി. ഒരു സ്റ്റാർട്ടപ്പിൽ കുറഞ്ഞത് 10 തൊഴിലവസരങ്ങൾ എന്ന് കണക്കാക്കിയാൽ 78,000 പുതിയ തൊഴിലുകൾ സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏകദേശം 7,000 കോടി രൂപയുടെ നിക്ഷേപം സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായി. 2026 കഴിയുമ്പോഴേക്കും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ 15,000 എന്ന ലക്ഷ്യം കൈവരിക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉള്ള സംസ്ഥാനമാണ് കേരളം. ലോകത്തിലെ തന്നെ അഫോർഡബിൾ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ കരുതിയിരുന്നത് IT മേഖലയിലെ സ്റ്റാർട്ടപ്പ് എന്ന് മാത്രമാണ്. അതുകൊണ്ട് IT മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഗവൺമെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റിലെല്ലാം തന്നെ ചില പരിഗണനകൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്കും തുല്യമായ പരിഗണന നൽകുന്നുണ്ട്. അത് മാനുഫാക്ചറിംഗ് രംഗത്താകാം, വേറെ ടൂറിസം രംഗത്താകാം, ആരോഗ്യരംഗത്താകാം. ഏത് മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കും IT മേഖലയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന അതേ സൗകര്യങ്ങൾ, പ്രൊക്യൂർമെൻറ്റിനകത്തുള്ള അവരുടെ പ്രീ ക്വാളിഫിക്കേഷനകത്തുള്ള ഇളവുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് പരിഗണന നൽകുന്നുണ്ട്. കേരളം തുടർച്ചയായി നടത്തുന്ന ഹഡിൽ സ്റ്റാർട്ടപ്പുകളുടെ തന്നെ വലിയ ഉത്സവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു നല്ല ത്രൈവിംഗ് ഇക്കോസിസ്റ്റം ഉള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. അന്തർദേശീയ ദേശീയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി വലിയ കമ്പനികൾ കേരളത്തിലെ IT പാർക്കുകളിലെത്തിയും നിലവിലുള്ള കമ്പനികൾ വിപുലീകരിച്ചും വമ്പൻ മാറ്റങ്ങളാണ് IT രംഗത്ത് വരുത്തിയത്. TCS, ഇൻഫോസിസ്, IBM, HCL, UST ഗ്ലോബൽ, നിസാൻ ഡിജിറ്റൽ, അസെൻചർ, ഇക്വിഫാക്സ്, ഐക്കോൺ ക്ലിനിക്കൽ റിസർച്ച് തുടങ്ങിയ കമ്പനികൾ മെച്ചപ്പെട്ടു. സമഗ്രമായ പ്ലാനിംഗ്, സ്വകാര്യ പൊതു പങ്കാളിത്തം, ആഗോളതലത്തിലുള്ള പ്രവർത്തനം എന്നിവയുടെ ഫലമായി കേരളത്തിലെ IT പാർക്കുകൾ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിലവസരങ്ങൾക്കും കാര്യമായ സംഭാവന നൽകി. 2015 300 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 7,800-ൽ പരം DPIIT, അതായത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുണ്ട്. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ DPIIT രജിസ്ട്രേഷൻ കിട്ടാത്ത സ്റ്റാർട്ടപ്പുകളെ കൂടി നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് 14,500 സ്റ്റാർട്ടപ്പുകൾ ഇന്ന് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ 15,000 എന്ന് പറയുന്ന നമ്പറിലേക്ക് 2026 നമ്മൾ എന്തായാലും എത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേക മിഷനായ സ്റ്റാർട്ടപ്പ് മിഷന്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെട്ടു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് 2021 കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2021-23 കാലയളവിൽ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ മൂല്യത്തിൽ 254% വർധന കൈവരിക്കാനായത്. സ്റ്റാർട്ടപ്പ് മിഷന്റെ കണക്ക് പ്രകാരം 2019-2020 കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ ഏകദേശം 826 കോടി രൂപ ഫണ്ടിംഗ് നേടിയപ്പോൾ 2021-2022 അത് ഏകദേശം 3,880 കോടി രൂപയായി ഉയർന്നു. ഇതിനകത്തൊരു തൊഴിൽ സാധ്യതകളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു കൃത്യമായ കണക്ക് എത്ര എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല. പക്ഷേ
ഓൺ ആൻ ആവറേജ് ഞങ്ങളുടെ ഒരു സാമ്പിൾ സർവേയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒരു ആവറേജ് നമ്പർ ഓഫ് ജോബ്സ് പെർ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് 10 അതായത് അപ്പോൾ 7800 സ്റ്റാർട്ടപ്പുകൾ മാത്രം കണക്കിലെടുത്താൽ നമുക്ക് 78,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു വിപ്ലവത്തിലൂടെ സാധിച്ചു. നമ്മൾ 14,500 എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ 1.5 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉണ്ടായി കാണും എന്നാണ് നമ്മളുടെ ഒരു അനുമാനം എന്ന് പറയുന്നത്. ഏതാണ്ട് 7,000 കോടി രൂപയോളം കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിലേക്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴുകിയെത്തി. അപ്പോൾ ഈ 7,000 കോടി രൂപയും അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു പോർഷൻ, ഒരു 50%, 60% കേരളത്തിലെ എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യുന്നതിനും ഈ സ്റ്റാർട്ടപ്പ് റെവല്യൂഷൻ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ IT മേഖല വളർച്ചയുടെ മറ്റൊരു പാതയിലാണ്. 1990-ൽ LDF സർക്കാർ ആരംഭിച്ച IT പാർക്കുകൾ ഇന്ന് വളർന്ന് വലിയ ശൃംഖലയായി മാറി. നഗരത്തിനകത്തായിരുന്നു അവ തുടങ്ങിയത്. നഗരത്തിന് പുറത്തേക്ക് എന്ന പുതിയ രീതിയിൽ ഈ ശൃംഖല ഇന്ന് വളരുകയാണ്. നഗരത്തിന് വെളിയിലേക്കുള്ള IT പാർക്ക് സംസ്കാരം തുടങ്ങിയതും LDF സർക്കാരാണ്. ഇന്നൊവേഷൻ ഗ്രാന്റുകൾ, ഫണ്ട് ഓഫ് ഫണ്ട്, ഗവൺമെന്റ് ആസ് എ മാർക്കറ്റ് സ്പേസ്, ഗ്ലോബൽ എക്സ്പ്ലോഷർ പ്രോഗ്രാം തുടങ്ങി നിരവധി ക്രിയാത്മക ഇടപെടലുകളാണ് സ്റ്റാർട്ടപ്പുകാർക്ക് കരുത്ത് പകർന്നത്. ദുബായിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെന്റർ, കേരളത്തിലുടനീളമുള്ള 19 ലീപ് സെന്ററുകൾ, കൊച്ചിയിലെ സൂപ്പർ ഫാബ് ലാബ് എന്നിവ ഈ മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലുകളാണ്. കൊച്ചിയിലെ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ, തിരുവനന്തപുരത്തെ എമർജിംഗ് ടെക്നോളജി ഹബ്, 100 പൊതുവിദ്യാലയങ്ങളിൽ സ്ഥാപിക്കുന്ന സെന്റർ ഫോർ ഏർലി ഇന്നൊവേഷൻ സെന്റർ എന്നിവയെല്ലാം ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന നൂതന പദ്ധതികളാണ്. കേരളത്തിലെ ഡിജിറ്റൽ മുന്നേറ്റങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് 2020-ൽ സ്ഥാപിച്ച കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തന്റേതായ ഇടം കണ്ടെത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയായ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതിനകം നിരവധി പേറ്റന്റുകളും സ്വന്തമാക്കി. ഒരു ലോകോത്തര സേവനങ്ങൾ ഇപ്പോൾ ഒരു ക്ലയന്റ് വന്ന് കണ്ടാൽ പോലും അവരതിനെക്കുറിച്ച് വളരെ സന്തോഷവാന്മാരായിരിക്കും. അത്രയ്ക്ക് മനോഹരമായ വർക്ക് നിയർ ഹോം സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വർക്ക് നിയർ ഹോം ഇന്ന് കൊട്ടാരക്കരയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും അവിടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 60ഓളം സീറ്റുകൾ ഓൾറെഡി ഓക്കുപ്പൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ വികസന പദ്ധതികൾ എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. റോഡുകൾ, പാലങ്ങൾ, മറ്റ് സ്കൂൾ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസുകൾ, അവയുടെ എല്ലാ നിർമ്മാണവും നവീകരിക്കലും മാത്രമല്ല, ആരോഗ്യമേഖലയിൽ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ IT പാർക്കിന് പുറമെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, മുനിസിപ്പൽ ആസ്ഥാനം ഇവയെല്ലാം നിർമ്മിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മറ്റൊരു തുടക്കമാണ് കേരള സ്പേസ് പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിച്ച പോലെ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച പോലെ കേരള സർക്കാരിൻ്റെ മറ്റൊരു തുടക്കം കേരള സ്പേസ് പാർക്ക്. ടെക്നോ പാർക്ക് പോലെ കേരള സ്പേസ് പാർക്കും വളർന്നു തുടങ്ങി. തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ 3.5 ഏക്കറിൽ പ്രവർത്തിക്കുന്ന സ്പേസ് പാർക്കിൽ നിലവിൽ 58 കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചു. 11 പ്രമുഖ സ്ഥാപനങ്ങളുമായി സ്പേസ് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇതുവരെ 4412 തൊഴിലവസരങ്ങളും 1301.8 കോടി രൂപയുടെ മൂലധന നിക്ഷേപവും 729.78 കോടിയുടെ വാർഷിക വിറ്റുവരവും സ്പേസ് നേടി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ കൊച്ചിയിലെ മേക്കര വില്ലേജിൽ ആരംഭിച്ചു. LDF സർക്കാരിന്റെ മറ്റൊരു ചുവടുവയ്പ്. ഇത് കേരളത്തിലെ ഗ്രാഫീൻ സാങ്കേതിക വിദ്യയുടെ
ഗവേഷണ ഉൽപാദന കേന്ദ്രമായി മാറും. കേരളം നവീകരണത്തിന്റെ പാതയിലാണ്. ഓരോ പൗരനിലേക്കും സാധ്യതകൾ എത്തിച്ചുകൊണ്ട് ഡിജിറ്റൽ നവയുഗത്തിന്റെ പുതുവെളിച്ചം വീശുകയാണ്. 2016 മുതൽ കേരളം പുതിയ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിലാണ്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള AI പരിശീലനം മുതൽ തുടങ്ങുന്നു സർക്കാരിന്റെ ഈ ഇടപെടൽ. ഇത് ചെന്നെത്തി നിൽക്കുന്നത് പുതിയ സംരംഭങ്ങളിലാണ്, ലോകത്തോളം വളർന്ന സംരംഭങ്ങളിൽ. ഇനി പറയൂ, കേരളം മടങ്ങിപ്പോകണോ അതോ മുന്നേറണമെന്ന്? കേരളം ഒന്നായി പറയും, LDF സർക്കാർ തുടരണമെന്ന്. നമുക്ക് ഒന്നായി തുടരാം.